ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. വേദാവിനാശിനം നിത്യം യയേനം അജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. വേദ അവിനാശിനം നിത്യം യേനം അജം അവ്യയം കഥം സഹ പുരുഷഃ പാർത്ഥ കം ഖാദയതി ഹന്തികം. വേദ അറിഞ്ഞാലും അവിനാശിനം നശിപ്പിക്കാൻ കഴിയാത്തതാണെന്ന്, നിത്യം എല്ലാ കാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നതാണെന്ന്, യഹ ആരാണോ, ഏനം ഇവനെ, ഈ പുരുഷനെ അല്ലെങ്കിൽ ഈ ആത്മാവിനെ, അജം ജന്മാദികൾ ഇല്ലാത്തവനെന്നും അവ്യയം ക്ഷയം ഇല്ലാത്തവനെന്നും ആരാണോ അറിയുന്നത്, സഹ പുരുഷ അപ്രകാരമുള്ള അയാൾ, കഥം കം ഖാദയതി കഥം ഖാദയതി എങ്ങനെയാണ് കൊല്ലിക്കുന്നത് എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഹന്തികം കം ഹന്തി ആരെയാണ് കൊല്ലുന്നത്. ഏതൊരാൾ ആണോ അല്ലെങ്കിൽ ഏതൊരു ജ്ഞാനിയാണോ ഈ ആത്മാവിനെ അല്ലെങ്കിൽ ഈ ജീവചൈതന്യത്തെ നശിപ്പിക്കാൻ കഴിയാത്തതാണെന്നും ത്രികാലങ്ങളിലും ഒരുപോലെ നിൽക്കുന്നതാണെന്നും ജന്മാദികൾ ഇല്ലാത്തതാണെന്നും ക്ഷയം ഇല്ലാത്തതാണെന്നും എല്ലാം മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള അയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആരെയെങ്കിലും കൊല്ലുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആരെങ്കിലും കൊല്ലപ്പെടുന്നത്. ഇവിടെ രണ്ടായിട്ട് കാണണം. ഒന്ന്, ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവിനെ ശരീരത്തിൽ നിന്ന് വിഭിന്നമായിട്ട് തന്നെ കാണണം. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള ഭാവം ഉണ്ടാകുമ്പോഴാണ് നമുക്കെല്ലാം ഞാൻ ചെയ്യുന്നു, അഹം കരോമി എന്നുള്ള ബോധമുണ്ടാകും. വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ കരചരണാദി ഇന്ദ്രിയങ്ങൾ വെച്ച് ഈ ശരീരമാണ്. പക്ഷേ അത് ജീവചൈതന്യത്തിലേക്ക് ആരോപിക്കപ്പെടുമ്പോഴാണ് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒന്ന്, എല്ലാ കാലവും നിലനിൽക്കുന്നതായ ആത്മചൈതന്യവും, മറ്റേത് ജനനം മുതൽ മരണം വരെ സമയ ദൈർഘ്യം നിർവചിക്കപ്പെട്ടിട്ടുള്ള ജഡാത്മകമായ ശരീരവുമാണ്. ഏതൊരു ജ്ഞാനിയാണോ ഇതിൻ്റെ വ്യത്യാസങ്ങളെ വേർതിരിച്ചറിയുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് ഈ ജീവാത്മാവാണ്. ആ ജീവാത്മാവിനെ ആർക്കും കൊല്ലാനോ അല്ലെങ്കിൽ കൊല്ലിക്കുവാനോ സാധിക്കുന്നതല്ല. അത് ത്രികാലങ്ങളിലും വ്യത്യാസമില്ലാതെ ഒരുപോലെ തന്നെ വർത്തിക്കുന്നതും അതിനെ നശിപ്പിക്കാൻ കഴിയാത്തതും അതിന് ജന്മാദികളില്ലാത്തതും അതിന് ക്ഷയാദി ഭാവങ്ങൾ ഇല്ലാത്തതുമാകുന്നത്. അങ്ങനെയുള്ള ആ ആത്മചൈതന്യത്തെ എങ്ങനെയാണ് ഒരാൾക്ക് കൊല്ലാനോ അല്ലെങ്കിൽ കൊല്ലിക്കാനോ സാധിക്കുക? ശാരീരികമായ വ്യവഹാരങ്ങളിലാണ് ഒരാൾ കൊല്ലുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ശരീരബന്ധത്തെക്കാൾ ഉപരിയായിട്ടുള്ള ജീവാത്മാവിൻ്റെ വ്യവഹാരത്തെയാണ് സൂചിപ്പിച്ചുകൊണ്ട് ആ ധർമ്മ സംരക്ഷകനായി നിലകൊള്ളുവാനായിട്ട് അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നത്.
ഇനി ഒരു പക്ഷേ അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തന്നെ കരുതുക. ഈ ശരീരം കാലാകാലങ്ങളോളം നിലനിൽക്കുമോ? അപ്പോഴും അതിന് നാശമുണ്ട്. അത് ആരുടെ ശരീരമായാലും എല്ലാത്തിനും ഷഡ്ഭാവങ്ങളുണ്ട്. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതി എന്ന് പറയുന്ന ഈ 6 ഭാവങ്ങൾ എല്ലാ ശരീരങ്ങൾക്കുമുണ്ട്. അതിനെ അതിവർത്തിക്കാൻ അല്ലെങ്കിൽ അതീതമാകുവാനായിട്ട് ഒരു ജീവികൾക്കും സാധ്യമല്ല. അതായത് മരണം ഇല്ലാത്ത ഒരവസ്ഥ ഒരു ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലില്ല. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ജീവാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനിടയിൽ ഈ ശാരീരികമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാകുന്നത്. അതിന് അതീതനായി വർത്തിക്കണം അർജുന എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. വേദാവിനാശിനം നിത്യം യയേനം അജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരഹ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി വസ്ത്രങ്ങൾ ജീർണാനി ജീർണിച്ച വസ്ത്രങ്ങളെ യഥാവിഹായ എപ്രകാരമാണോ ഉപേക്ഷിക്കുന്നത്, എന്നിട്ട് നവാനി ഗൃഹ്ണാതി പുതിയവ സ്വീകരിക്കുന്നത്, നരഹ അപരാണി നരന്മാർ മറ്റു പുതിയ വസ്ത്രങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പഴയതിനെ എപ്രകാരമാണോ ഉപേക്ഷിക്കുന്നത്, തഥാ അപ്രകാരം തന്നെയാണ് ശരീരാണി വിഹായ ജീർണാനി ശരീരാണി വിഹായ ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് അന്യാനി വേറെ നവാനി ദേഹി സംയാതി പുതിയ ദേഹത്തെ കൈക്കൊള്ളുന്നു. നമ്മൾ ഏത് പ്രകാരമാണോ ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയവ സ്വീകരിക്കുന്നത്, അതുപോലെയാണ് ഈ ജീവാത്മാവ് ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയവ കൈക്കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയത് എടുക്കുമ്പോൾ മനസ്സിലെന്തതില്ലാത്ത സന്തോഷം ഉണ്ടാകും. എല്ലാവർക്കും പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഈ പ്രകാരം ജീർണിച്ച വസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം കൈക്കൊള്ളുന്നത് പോലെ തന്നെയാണ് നമ്മൾ ജീർണിച്ച ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയവ കൈക്കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അത്രമാത്രം സന്തോഷം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിന് പിന്നിൽ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നു, മരണം. അത് എല്ലായ്പ്പോഴും നമുക്കൊരു പേടി സ്വപ്നം തന്നെയാണ്. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എങ്ങനെയാണ്, യഥാ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരഹ തത്ര ന മുഹ്യതി. എങ്ങനെയാണോ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥാഭേദങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെയാണ് അന്യദേഹ അന്തരപ്രാപ്തി, മറ്റുള്ള ശരീരങ്ങളെ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെയാണ് എന്നവിടെ പറഞ്ഞുവെങ്കിലും ഇത് മരണത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം വരും. വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വിഷമിച്ചിട്ടും കാര്യമില്ല. കാരണം ഇതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളാണ്, ആർക്കും ലംഘിക്കാനാവുന്നതല്ല. എത്ര മഹാത്മാക്കളാണെന്ന് പറഞ്ഞാലും ശരി, അവരെല്ലാം ഇന്നേ വരെ എടുത്ത ശരീരങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വയം ശരീരം ഉപേക്ഷിച്ചതായിട്ടും ഭാഗവതം പറയുന്നുണ്ട്. ഒരു ജീവാത്മാക്കൾക്കും അവരുടെ ശരീരം അല്ലെങ്കിൽ അവർ കൈക്കൊള്ളുന്ന ശരീരങ്ങളെ എല്ലാ കാലവും നിലനിർത്താൻ കഴിയുന്നതല്ല. അതിനാണ് ഭാഗവതം പറയുന്നത്, അദ്യവാബ്ദ ശതാന്തേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ.
ഇപ്പോഴല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ എല്ലാ ജീവജാലങ്ങൾക്കും മരണം നിശ്ചിതമാണ് എന്ന് പറയുന്നു. അതിനെ ഒരു ഉപമ കൊണ്ടിവിടെ വ്യാസഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. എങ്ങനെയാണോ ജീർണ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങളെ കൈക്കൊള്ളുന്നത്, അതുപോലെ മാത്രമേ ഉള്ളൂ ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയവ കൈക്കൊള്ളുന്നത്. അതിൽ യാതൊരു വിഷമതയും വിചാരിക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ ന ഏനം ചിന്തന്തി ശസ്ത്രാണി ന ഏനം ദഹതി പാവകഃ ന ച ഏനം ക്ലേദയന്തി ആപഃ ന ശോഷയതി മാരുതഃ ന ഏനം ചിന്തന്തി ശസ്ത്രാണി. ഏനം ഇതിനെ, ഈ ജീവാത്മാവിനെ അല്ലെങ്കിൽ ആത്മചൈതന്യത്തെ, ശസ്ത്രാണി ന ചിന്തന്തി, ശസ്ത്രങ്ങൾ ആയുധങ്ങൾ ഇത് ഛേദിക്കുന്നില്ല. ന ഏനം ദഹതി പാവകഃ, പാവകൻ അഗ്നിക്ക് ഇതിനെ ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. നച ഏനം ക്ലേദയന്തി ആപഹ, ആപഹ ജലം, അതിനെ ക്ലേദയന്തി നനയ്ക്കാൻ, ഇതിനെ നനയ്ക്കാൻ കഴിയുന്നില്ല. ന ശോഷയതി മാരുതഃ, മാരുതൻ കാറ്റിന് ഇതിനെ ശോഷിപ്പിക്കുവാനും സാധിക്കുന്നില്ല. ഈ ആത്മസ്വരൂപത്തെ ആയുധങ്ങൾ വച്ചിട്ട് മുറിക്കാൻ കഴിയുന്നതല്ല. അഗ്നിക്ക് ഇതിനെ ദഹിപ്പിക്കുവാനും കഴിയില്ല, ജലത്തിന് ഇതിനെ നനയ്ക്കുവാനാവില്ല, വായുവിന് ഇതിനെ ശോഷിപ്പിക്കുവാനും സാധിക്കുന്നതല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു സങ്കല്പിക്കുക, അതിനെ ആയുധം അല്ലെങ്കിൽ കത്തി അല്ലെങ്കിൽ മൂർച്ചയേറിയ വാൾ അതുപോലെ എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ച് മുറിക്കുവാൻ ശ്രമിക്കുമ്പോൾ മുറിയാത്ത ഒരു വസ്തു ഏത്? ഇനി ആ വസ്തു എടുത്ത് തീയിലിട്ടാൽ ഏതൊരു വസ്തുവിനെയാണ് അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തത്? ഇനി അതെടുത്ത് വെള്ളത്തിലിട്ടാൽ ഏതൊരു വസ്തുവാണോ വെള്ളത്താൽ നനയ്ക്കപ്പെടാതിരിക്കുന്നത്? ഇനി അതെടുത്ത് കാറ്റിലിട്ടാൽ അതിനെ ശോഷിപ്പിക്കാൻ കഴിയാത്ത അപ്രകാരമുള്ള ഒരു വസ്തു ഈ ആത്മചൈതന്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ശരീരം, അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഈ ജീവാത്മാവ് ഇരിക്കുന്നതെന്നറിയാനായിട്ട് എവിടെയൊക്കെ മുറിച്ച് നോക്കിയാലും ഈ ഒരു സാധനത്തെ കാണാൻ സാധിക്കുന്നതല്ല. എന്നാൽ ആ സാധനം ശരീരത്തിൽ ഉണ്ടെങ്കിലേ അയാൾക്ക് ചേതനയുള്ളൂ. മറ്റൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, നമ്മളീ കാണുന്ന വൈദ്യുത ഉപകരണങ്ങൾ, ഫാൻ ആവാം, ലൈറ്റ് ആവാം, ഹീറ്ററാവാം, കൂളറാവാം, ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ചൈതന്യം വേണം, ഇലക്ട്രിസിറ്റി. അപ്പോൾ ചിലപ്പോൾ ഇതെല്ലാം സ്വിച്ച് ഓൺ ചെയ്താലും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു കറണ്ട് പോയി, ആ ചൈതന്യമില്ല. അപ്പോൾ ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്, എന്നാൽ അതില്ലെങ്കിൽ പ്രവർത്തിക്കാനും കഴിയാത്തതാണ് ഈ ഉപകരണങ്ങൾ. അപ്രകാരമുള്ള ആ സാന്നിധ്യം, അദൃശ്യമായ സാന്നിധ്യം, അതുപോലെയാണ് ഈ ജീവാത്മാവ്. ശരീരത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് ആ ശരീരത്തെ കർമ്മകുശലതയ്ക്ക് നയിക്കുന്നത് ഈ ചൈതന്യമാണ്. ഭാഗവതത്തിൽ ധ്രുവകുമാരൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതിന് ശേഷം സ്തുതിക്കുന്ന ഒരു ശ്ലോകം, ആദ്യത്തെ ശ്ലോകം: യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണ ശ്രവണത്വഗാദീൻ
പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യഹ അന്തഃപ്രവിശ്യ, ഏതൊരു ശക്തിവിശേഷമാണോ എൻ്റെ ഈ ജഡാത്മകമായ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഇമാം മമ വാചാം, എൻ്റെ ഈ വാക്കുകളെ ഉണർത്തുന്നത്, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം, അത് ഉറങ്ങിക്കിടക്കായിരുന്ന ആ വാക്കുകൾ, അതിനെല്ലാം ഉണർത്തിയെടുത്തത് ഈ ആത്മചൈതന്യമാണ്. സഞ്ജീവയതി അഖിലശക്തിധര സ്വധാംന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്നതായ ആ ശക്തിവിശേഷം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായ വാക്കുകളെ ഉണർത്തിവിടുന്നു. തന്നെയുമല്ല അന്യാംശ ഹസ്തചരണ ശ്രവണത്വകാദീൻ, എൻ്റെ ഇതരങ്ങളായ ഇന്ദ്രിയങ്ങളെ, അന്യാംശ ഹസ്തചരണ ശ്രവണത്വകാദീൻ, എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ, പാണി പാദം പായു ഉപസ്ഥം ജിഹ്വ എന്ന് പറയുന്ന ഈ 5 കർമ്മേന്ദ്രിയങ്ങളെയും ആദ്യം വാക്കിനെ ഉണർത്തി എന്ന് പറയുമ്പോൾ അത് 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ഇവിടെ 5 കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ ഉണർത്തുന്നത്, ഉറങ്ങിക്കിടക്കുന്ന ആ ചേതനയെ ഉണർത്തുന്നത് ആ ചൈതന്യമാണ്. അങ്ങനെയുള്ള ആ ചൈതന്യത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അവിടെ ധ്രുവകുമാരൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിനെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ വൈദ്യുതി എപ്രകാരമാണോ ഉപകരണങ്ങളെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ ജീവസ്വരൂപം നമ്മുടെ ഉള്ളിൽ ഉണർന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു കർമ്മവും ചെയ്യാനായിട്ട് കണ്ണു തുറക്കാൻ പോലും കഴിയും. അപ്രകാരമുള്ള ആ ജീവാത്മസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള അതിനെ ആയുധങ്ങളാൽ മുറിക്കപ്പെടാനോ അല്ലെങ്കിൽ അഗ്നിയാൽ ദഹിക്കപ്പെടാനോ ജലത്താൽ നനയ്ക്കപ്പെടാനോ വായുവാൽ ശോഷിക്കപ്പെടാനോ കഴിയാത്തതാണ് അത് എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് ഉപദേശിക്കുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നചൈനം ക്ലേദയന്ത്യാപോ നശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യഃ സർവഗതസ്ഥാണുരചലോയം സനാതനഃ. അച്ഛേദ്യഃ അയം അദാഹ്യഃ അയം അക്ലേദ്യഃ അശോഷ്യഃ ഏവ ച നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലഃ അയം സനാതനഃ. അച്ഛേദ്യഃ അയം, ഇയാൾ ഈ ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് അത് അച്ഛേദ്യഃ ഛേദിക്കപ്പെടാൻ കഴിയാത്തതാണ്. അദാഹ്യഃ ദഹിപ്പിക്കാൻ കഴിയാത്തതാണ്. അക്ലേദ്യഃ നനയ്ക്കാൻ കഴിയാത്തതാണ്. അശോഷ്യ ഉണക്കാനും കഴിയാത്തതാണ്. നിത്യഃ, ഈ ആത്മസ്വരൂപം എന്ന് പറയുന്നത് നിത്യതയുള്ളവനാണ്, എല്ലാ കാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നവനാണ്. സർവഗതഃ, സർവവ്യാപിയാണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. സ്ഥാണുഹു സ്ഥിരമായി നിൽക്കുന്നവനാണ്. അചലഃ ഇളക്കമില്ലാത്തവനാണ്. സനാതനഃ കാലത്തിന് അതീതനുമാണ്. ഈ ആത്മചൈതന്യം എന്ന് പറയുന്നത് മുറിക്കാൻ കഴിയാത്തതാണ്, ദഹിപ്പിക്കാൻ കഴിയാത്തതാണ്, നനയ്ക്കാനോ ഉണക്കാനോ കഴിയാത്തതാണ്. ഇത് കാലാതീതനാണ്, കാലത്തിനും അതീതമായി വർത്തിക്കുന്നവനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനുമാണ്. ഇളകാത്തവനാണ്, ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നവനാണ്. അചലഹ ചലനമില്ലാത്തവനാണ്. ഇനി കാലങ്ങൾക്കൊക്കെ അതീതനുമാണ് എന്നാണ് പറയുന്നത്. ഈ ജീവാത്മാവിനെ അല്ലെങ്കിൽ ആത്മചൈതന്യത്തെ ഏതൊരു പ്രകാരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല,
അതിനെ കാണാൻ കഴിയില്ല, അതിനെ മുറിക്കാനോ നനയ്ക്കാനോ ഉണക്കാനോ ദഹിപ്പിക്കാനോ ഒന്നും കഴിയാത്ത ഈ വസ്തു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാര ശക്തിയായി വർത്തിക്കുന്നതും കാലത്തിന് അതീതനും യാതൊരു ഇളക്കവും ഇല്ലാത്തവനാണ് എന്നാണ് പറയുന്നത്. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യഃ സർവഗതസ്ഥാണു അചലോയം സനാതനഃ അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അവ്യക്തഃ അയം, അചിന്ത്യഃ അയം, അവികാര്യഃ അയം ഉച്യതേ തസ്മാത് ഏവം വിദിത്വാ ഏനം ന അനുശോചിതും അർഹസി. അവ്യക്തഃ, ഈ ജീവചൈതന്യം എന്ന് പറയുന്നത് വ്യക്തമല്ല. അചിന്ത്യഃ, ചിന്തിക്കാൻ കഴിയാത്തതാണ്. അവികാര്യഃ, വികാരങ്ങളില്ലാത്തതാണ് എന്നെല്ലാം അയം, ഇയാളെ, ഇതിനെ ഉച്യതേ പറയപ്പെടുന്നു. തസ്മാത്, അതുകൊണ്ട് ഏവം വിദിത്വ ഏനം, ഇപ്രകാരം ഇതിനെ അറിഞ്ഞിട്ട് ന അനുശോചിതും അർഹസി, അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ നീ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല, ദുഃഖിക്കേണ്ടതില്ല. ഈ ആത്മസ്വരൂപം എന്ന് പറയുന്നത് അവ്യക്തമാണ് എന്ന് പറയുന്നു, വ്യക്തമല്ല. ഇനി എന്താണ് വ്യക്തം എന്ന് ചോദിച്ചാൽ, ഏതൊരു വസ്തുവിനെയാണോ നമുക്ക് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതാണ് വ്യക്തം. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഈ മൊബൈൽ ഫോണുണ്ട്, ഞാനതിൽ കാര്യങ്ങളെല്ലാം കാണുന്നു. അപ്പോൾ എൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായതുകൊണ്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. ഇനി ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി, അതിനെ പക്ഷേ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ആ വൈദ്യുതി എന്ന് പറഞ്ഞ ശക്തിവിശേഷം അവ്യക്തമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാം ശരീരം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇതിൽ ജീവൻ ഉണ്ട് എന്ന്. പക്ഷേ ശരീരത്തെ കാണുന്ന ഒരാൾക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായ ആ ജീവചൈതന്യത്തെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ജീവചൈതന്യം എന്ന് പറയുന്നത് അവ്യക്തഃ, അചിന്ത്യഃ. ഇനി ഈ ജീവചൈതന്യത്തിൻ്റെ പ്രഭാവം എത്രയാണെന്ന് നമുക്കറിയാമോ? വാസ്തവത്തിൽ നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഈ ചൈതന്യത്തിൻ്റെ ശക്തിവിശേഷം എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ല. ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, 1,000,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടുമനിത്യമായയാമി ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ. 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ ചൈതന്യം എന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞാൽ 10,000 ആതിഥേയന്മാർക്കും ഇല്ലാത്ത ഒരു പ്രഭയാണ്. ഇപ്പോൾ ഒരു സൂര്യനെ കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചൂട് കൊണ്ടും പ്രകാശം കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ 10,000 ആതിഥേയന്മാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചൂടിനെ പ്രകാശത്തെ ഒന്നും താങ്ങാൻ സാധിക്കുന്നതല്ല. ഉദാഹരണമായിട്ട് ഈ മേടമാസത്തിലെ 10-ാം ഉദയം എന്ന് പറയുന്നൊരു ദിവസം തിരുവിതാംകൂർ ദേശങ്ങളിലൊക്കെ സൂര്യന് പൂജ സമർപ്പിക്കാറുണ്ട്, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സൂര്യനെ ആ ഉച്ച സമയത്താണ് നിവേദ്യം കാണിക്കുന്നത്. വാസ്തവത്തിൽ ആ സമയത്തൊക്കെ നമ്മളുടെ ശരീരം കൊണ്ട് താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറമുള്ള ചൂടാണ്. അതുപോലെ തന്നെ അടുത്തിടയ്ക്ക് ഈ പൊങ്കാല നടന്നപ്പോഴും ആ പൊങ്കാലയും ഒക്കെ ഈ പകൽ സമയത്ത് വളരെ ചൂടുള്ള സമയങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സൂര്യൻ്റെ തന്നെ ശക്തിവിശേഷത്തെ താങ്ങുന്നതിന് നമുക്ക് കെൽപ്പില്ലെന്നിരിക്കെ
10,000 ആതിഥേയന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ ഉണ്ടാകുന്ന ആ പ്രഭാവിശേഷത്തെ, ആ ചൂടിനെ നമ്മുടെ ഈ ജീവാത്മ ചൈതന്യത്തോട് ഉപമിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അത് അജ്ഞാനമാകുന്ന ആവരണം മൂടി ഈ ജ്ഞാനം മറഞ്ഞു കിടക്കുകയാണ്. ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ വിഗ്രഹം കരിങ്കല്ല് കൊണ്ടാണെന്നൊക്കെ ചിലർ, അല്ലെങ്കിൽ ഇത്രയും കാലം ധരിച്ചു പോന്നിരുന്നു. പക്ഷേ ഈ അഭിഷേക ജലങ്ങളെല്ലാം ചെന്ന് ഏതോ ഒരു ഭാഗത്തെ അല്പം കറുപ്പ് മാറിയപ്പോൾ ഭയങ്കര പ്രഭയുള്ള ഒരു പഞ്ചലോക വിഗ്രഹമാണ് മനസ്സിലായത്. അപ്പോൾ ഇത്രയും കാലം ഈ കറുപ്പ് വന്ന് മൂടിയിരുന്നത് അതിൽ അഭിഷേകിച്ച ഓരോ വസ്തുക്കളായിരുന്നു എന്നും അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തപ്പോൾ അത് വെട്ടിത്തിളങ്ങുന്ന ഒരു ലോഹം ആയിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപ്രകാരമാണ്, അല്ലെങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ ഈ ആത്മചൈതന്യത്തെ പൊതിഞ്ഞുകൊണ്ട് ഒരു ആവരണ വിശേഷമായി നിൽക്കുന്ന മായ. എപ്പോഴാണ് ഈ മായ മാറുന്നത്? അപ്പോൾ യഥാർത്ഥമായ ആ ജീവചൈതന്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകും. അത് തിരിച്ചറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവനാണ് ഈ പ്രകാരം എഴുതി വച്ചത്. അതുകൊണ്ട് നമ്മളും അറിയുക, നമ്മളുടെ ഉള്ളിലുള്ള ഈ ആത്മചൈതന്യം എന്ന് പറയുന്ന അനന്തമായ ശക്തിവിശേഷം ഉള്ളതാണെന്ന്. അതുതന്നെയാണ് ഇവിടെയും പറയുന്ന അചിന്ത്യ, ചിന്തിക്കാൻ കഴിയാത്ത അത്ര പ്രഭാവമുള്ള ഒന്നാണ് ഈ ആത്മചൈതന്യം. അവികാര്യ, ഇതിനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈകാരിക ചാഞ്ചല്യങ്ങൾ ഇല്ലാത്തതാണ് എന്നാണ് അയം ഉച്യത ഇതിനെ പറയുന്നത്, ഇത് പറയപ്പെടുന്നത്. ഏനം, ഇതിനെ തസ്മാത് ഏവം വിദിത്വ, ഏനം ഏവം വിദിത്വ, ഇതിനെ ഇപ്രകാരം അറിഞ്ഞിട്ട് ന അനുശോചിതും അർഹസി, ഇനി അതോർത്ത് നീ ദുഃഖിക്കുന്നതിന് അർത്ഥമില്ല, അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല, ദുഃഖിച്ചിട്ടും പ്രയോജനവുമില്ല എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.